ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ കോഴിക്കോട് കോട്ടുളി തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. 258 ഏക്കർ വരുന്ന തണ്ണീർത്തടത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇതിനോടകം തന്നെ മണ്ണിട്ട് നികത്തി കഴിഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ചും തണ്ണീർത്തടം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് BJP. 258 ഏക്കറിലേറെ ഭൂമിയാണ് തണ്ണീർത്തടമെങ്കിലും 3941 ഏക്കറിലേറെ സ്ഥലത്ത് അതിന്റെ സ്വാധീനമുണ്ട്. കോട്ടുളി, വേങ്ങേരി, ചേവായൂർ വില്ലേജുകളിലായിട്ടാണ് തണ്ണീർത്തടം വ്യാപിച്ചു കിടക്കുന്നത്. നിലവിൽ വേങ്ങേരി വില്ലേജിൽപ്പെട്ട സ്ഥലത്ത് വാഴത്തിരുത്തിയിൽ കണ്ടൽക്കാടുകൾ വെട്ടി വ്യാപകമായി മണ്ണിട്ടു. 300ഓളം ലോഡ് മണ്ണാണ് ഇട്ടത്. അരിയിടത്തു പാലത്തിനു സമീപം കോട്ടുളി വില്ലേജിൽപ്പെട്ട സ്ഥലം നികത്താനുള്ള ശ്രമം നേരത്തെ ഉണ്ടായിരുന്നു. 2021 മുതൽ പ്രശ്നമുണ്ടെങ്കിലും ഈ വർഷം അത് വ്യാപകമായി. ഡാറ്റാ ബാങ്കിൽ തണ്ണീർത്തടം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമിയാണ് ഈ സരോവരത്തേത് മുഴുവൻ എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ബിൽഡിംഗ് പെർമിഷന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുന്നു. കോർപ്പറേഷൻകാർ നാടകം കളിക്കുന്നു. നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് ഭരണകർത്താക്കൾ കാണിക്കുന്നത്. സരോവരം കാലിക്കറ്റ് ട്രേഡ് സെന്റർ ഉൾപ്പെടെ ഈ തണ്ണീർത്തട പ്രദേശത്ത് ഉണ്ടാക്കിയിട്ടുള്ള അനധികൃത കെട്ടിടമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 240-ലേറെ ചെടികൾ, 134 ഇനം പക്ഷികൾ, വ്യത്യസ്ത ഇനം കണ്ടലുകളൊക്കെ ഇവിടെയുണ്ട്. കൃത്യമായി അതിർത്തി നിർണയിച്ച അതിരുകൾ കെട്ടിമറക്കാത്തതാണ് കയ്യേറ്റത്തിനും മണ്ണിട്ട് നികത്തലിനും കാരണമാവുന്നത്. കോഴിക്കോടിന്റെ ജലയറ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP നടത്തുന്ന സരോവരം മാർച്ച് രാവിലെ 11:30 BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്യും. ജനം, കോഴിക്കോട്.